ബഹ്റൈനിലെ ഏറ്റവും വലിയ പാരമ്പര്യ വിപണി എന്നുള്ള കുടുങ്ങിപ്പോവാണല്ലോ, കുടുങ്ങണേ. എന്നാൽ ഇതിൻ്റെ ഇപ്പോൾ ഗുഡൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 400 വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അൺബിലീവബിൾ. GCCയിലെ ഏറ്റവും ചെറിയ രാജ്യമായ ബഹ്റൈനിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ പാർട്ട് 2 ഓഫ് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഇൻ ബഹ്റൈൻ. നമ്പർ 5, മനാമ സൂക്ക്. ബഹ്റൈനിലെ ഏറ്റവും വലിയ പാരമ്പര്യ വിപണിയാണ് മനാമ സൂക്ക് എന്നതിലുപരി ബഹ്റൈനിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന, അതിൽ തന്നെ വടകരക്കാരെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ബഹ്റൈനിലെ മനാമ സൂക്ക്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ബഹ്റൈൻ പ്രവാസിയായിട്ടുള്ള ഒരു വടകരക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ദിൽമുൻ സംസ്കാരത്തിന്റെ തെളിവുകളായി ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മരുഭൂമിയിൽ ചിതറിക്കിടക്കുന്ന 100 കണക്കിന് കുന്നുകളുള്ള വലിയ ശ്മശാനമായ ആലിയൻസാർ ബറിയൽ മൗണ്ടാണ് സൈറ്റ് സീൻ നമ്പർ 6. ബഹ്റൈനിലെ പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ക്യാമൽ ഫാമാണ് സൈറ്റ് സീയിങ് നമ്പർ 7. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള ഒട്ടകങ്ങളെ നേരിട്ട് കാണാനും അവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും നമുക്ക് കഴിയും. കുടുംബസമേതമായി ഒന്നിച്ച് സന്ദർശിക്കാൻ പറ്റിയ അറബ് പാരമ്പര്യവും പ്രകൃതി സൗന്ദര്യവും ഒന്നിച്ചുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. ഈ പറഞ്ഞതൊന്നുമല്ല, ബഹ്റൈനിലെ സൈറ്റ് സീയിങ് സ്പോട്ടുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന വെള്ളമില്ലാത്ത പ്രദേശത്തും 100 കണക്കിന് വർഷങ്ങളായിട്ട് ഏകദേശം 400 വർഷത്തിന് മുകളിലായിട്ട് പച്ച പിടിച്ച് നിൽക്കുന്ന ട്രീ ഓഫ് ലൈഫാണ് എൻ്റെ ലിസ്റ്റിലെ അവസാനത്തെ സൈറ്റ് സീയിങ് സ്പോട്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് പഠിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലത്തെ പ്രവാസി ജീവിതവും അതുപോലെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ എൻ്റെ പേജിലൂടെ ചെയ്യുന്നത്. എൻ്റെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.